ഇനി നമുക്ക് പത്തിരി വളരെ നൈസായിട്ട് പരത്തിയെടുക്കാനുള്ളൊരു ട്രിക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പരത്തുന്നതിന് മുൻപ് അതിൻ്റെ 2 അറ്റങ്ങളിലും കുറച്ച് എണ്ണ തടവി കൊടുക്കണം. അത് നമുക്ക് പരത്താൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇനി ഒരേ വലിപ്പത്തിലുള്ള 2 ഉരുളകൾ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമുക്ക് സാധാരണ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഇപ്പം നമ്മൾക്ക് അത്യാവശ്യം പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് പൊടിയിട്ടെടുക്കാം. ഇനി നമുക്കിത് മറ്റൊരു രീതിയിലൊന്ന് പരത്തിയെടുക്കാം. അതിനു വേണ്ടി ഒരു ക്ലിൻ റാപ്പ് റോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും പലചരക്ക് കടകളിലുമൊക്കെ ലഭ്യമാണ്. ഇനി നമുക്കിതിൽ നിന്ന് നീളത്തിലൊരു പീസ് മുറിച്ചിട്ടെടുക്കാം. ഇനി നമുക്കിത് വളരെ വൃത്തിയായിട്ടൊന്ന് എയറൊന്നും കൂടാതെ അമർത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മറു സൈഡിൽ തിരിച്ചു പിടിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അതിൻ്റെ ബാക്കി വന്ന പീസ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. ഇനി ഇതേപോലെ ഇതിൻ്റെ മറ്റേ സൈഡും ഇതുപോലെ റാപ്പ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇനി ഒരു ഉരുള എടുത്ത് ഇതിൽ വെച്ചിട്ട് നമുക്കൊന്ന് പരത്തി നോക്കാം. പല ആളുകളും കവറ് മുറിച്ചിട്ടെല്ലാം വെച്ച് പരത്തിയെടുക്കാറുണ്ട്. ഇത് അതിനേക്കാളും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾക്കിത് ഈ പ്രസ്സിൻ്റെ അത്രയും വട്ടത്തിൽ ഇത് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടി തട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, റാപ്പ് വെച്ച് നമ്മൾ പരത്തിയത് വളരെയധികം നൈസായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒരിക്കൽ യൂസ് ചെയ്താലും ഒരുപാട് കാലം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അധികം പ്രഷറൊന്നും കൂടാതെ വളരെ എളുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കാൻ പറ്റും.